ഒരു പ്രസംഗത്തിൻ്റെ ആവേശത്തിൽ കുടുംബകലഹമുണ്ടായിപ്പോയ ഒരാളെ കാണാം. ആ പ്രസംഗവും ഒന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവ് കഴിഞ്ഞ പോലീസ് അസോസിയേഷൻ്റെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞാൻ അസോസിയേഷൻ്റെ ഭാരവാഹികൾ എന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ് ഒരു വോട്ട് നമുക്ക് ജയിക്കണം. ഞാൻ അയാളെ ബന്ധു എന്ന നിലയിൽ അയാളെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു UDF ആളിന് വോട്ട് ചെയ്യണം. ചെയ്തില്ല. സത്യപ്രതിജ്ഞ കഴിഞ്ഞ 3 ഞാൻ വീടിൻ്റെ കോലായിലിരിക്കുമ്പോൾ മഴയത്ത് നനഞ്ഞ് കുളിഞ്ഞ് അയാൾ കയറി വരികയാണ്. കയറി വന്ന് സീറ്റിട്ടു പറയുകയാണ്, എനിക്ക് സ്ഥലം മാറ്റം വാങ്ങിത്തരണം. എൻ്റെ അടുത്ത ബന്ധു എൻ്റെ ഭാര്യയുടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ്. ഞാൻ അവരോട് പറഞ്ഞു, മനസ്സില്ല, അതിന് നീ വേറെ ആളിനെ നോക്കണം. ഇവിടെ രക്തബന്ധുത്വത്തിനൊന്നും ഒരു പ്രസക്തിയില്ല, ഇവിടെ ബന്ധുത്വത്തിന് പ്രസക്തിയില്ല, ഇവിടെ ഒരുമിച്ചിരുന്ന് കള്ളു കുടിക്കുന്നവന് പ്രസക്തിയില്ല, ഇവിടെ ഒരുമിച്ച് ടൂർ പോകുന്നവന് പ്രസക്തിയില്ല, ഇവിടെ രാവിലെയും വൈകുന്നേരവും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ്ങും ഇടുന്നവന് ഒരു പ്രസക്തിയുമില്ല. ഇവിടെ ഒരൊറ്റ പ്രസക്തിയേ ഉള്ളൂ, അത് പ്രതിസന്ധിയുടെ ഊഷര ഭൂമിയിൽ ചൂട് കാറ്റടിച്ച് ഞങ്ങൾ തളർന്നു കിടന്നപ്പോ ഞങ്ങളോടൊപ്പം ആര് നിന്നു? ഈ കൊടി പിടിക്കാൻ ആരുണ്ടായി? ആരാണ് നമുക്ക് തണലേകിയവർ? അവരോടൊപ്പമാണ് നമ്മുടെ നിലപാട്. പാവം ആവേശപ്രസംഗമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലായത്. ഈ സഹോദരി ഭർത്താവ് സംസാരിച്ചു. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഭാര്യ 2 ദിവസം എടുത്ത് മിണ്ടാണ്ടിരുന്നു. എനിക്ക് ആ പ്രയാസം മനസ്സിലാവുന്നുണ്ട്. ഞാനവരോട് കാര്യം പറഞ്ഞു, ഇതുപോലെ ഞാൻ മൈക്കിൽ പ്രസംഗിച്ചത് ഒരു ഇൻഡോർ മീറ്റിംഗിന്റെ ഫീലിംഗിൽ പ്രസംഗിച്ചതാണ്. മാധ്യമങ്ങൾ അത് കൊടുത്തോണ്ടിരിക്കണം എന്നുള്ള കാര്യം ഞാൻ സത്യത്തിൽ അറിഞ്ഞിരുന്നില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഒരാവേശത്തിനങ്ങ് പ്രസംഗിച്ചും പോയി. ഭാര്യ ഇപ്പോൾ പിണക്കത്തിലുമാണ്. മാത്രമല്ല സഹോദരിയുടെ ഭർത്താവിന് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യവും സൃഷ്ടിച്ചു. ഇനി ഇതിൻ്റെ മറുവശം, BRM ഷഫീറിൻ്റെ നേതാവും KPCC പ്രസിഡന്റുമായിരുന്ന സണ്ണി ജോസഫ് മന്ത്രിയായ ശേഷം അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറിയായി വെച്ചിരിക്കുന്നത് സ്വന്തം അളിയനെയാണ്. എനിക്കൊരു ട്രാൻസ്ഫർ വാങ്ങിച്ചു തരുമോ എന്ന് കെഞ്ചി വീട്ടിൽ വന്ന ആളെ പിണക്കി വിട്ടതും പോരാ, മൈക്കിലൂടെ പ്രസംഗിച്ച് കുടുംബകലഹവും ഉണ്ടായി. ഒടുവിൽ ഇപ്പോൾ വീട്ടിൽ കയറാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മഹാനായ സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ സഹോദരന് ജോലി കൊടുത്തത്. കോൺഗ്രസ് നേതാക്കന്മാരുടെ യഥാർത്ഥ സ്വഭാവം അറിയാത്ത BRM ഷഫീറിനെ പോലുള്ള ശുദ്ധാത്മാക്കൾക്ക് പറ്റിയ സ്ഥലമല്ല കോൺഗ്രസ്. ഇനിയെങ്കിലും മൈക്കിന് മുന്നിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. എങ്കിൽ വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ മിനിമം കിടന്നുറങ്ങാനുള്ള സ്ഥലമെങ്കിലും കിട്ടും.